ഹലോ. വീട്ടിൽ പോയിട്ടുള്ള വിശേഷമൊക്കെ തീർന്നാന്ന് ഓരോരുത്തർ ചോദിക്കും. ഇല്ലടോ, അതൊന്നും തീർന്നിട്ടില്ലേ. ഓരോന്നോരോന്നായി വരുന്നുണ്ട്. വൈകുന്നേരമായപ്പോ വീടും പരിസരവും ഒന്ന് കാണാൻ പുറത്തിറങ്ങിയത്. കൊറേ ആയാലോ ഇപ്പൊ കണ്ടിട്ട്. രാത്രിയായപ്പോ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി യൂസുഫ് അലിക്കാക്കന്റെ കടയിലേക്ക് പോവാണ്. ഇവിടറ്റം വന്നിട്ട് മൂപ്പർക്ക് കച്ചവടം കൊടുക്കാതെ പോയ ഞാൻ മോശല്ലേ. എത്ര രൂപന്റെ കച്ചവടം കൊടുക്കാന്നിട്ട് ആലോചിക്കുന്ന രണ്ടാളും. ചെറിയ മുതലാളിന്റെ ഉത്തരവാദിത്തം ഇന്ന് ഏറ്റെടുത്തത് നമ്മളെപ്പാണ് കേട്ടോ. ഇപ്പന്റെ അക്കൗണ്ടിലെ ക്യാഷ് ഇന്ന് ഏത് വയ്ക്കാ പോവാന്ന് പറയാൻ പറ്റില്ല. കേറിയുടെ തന്നെ ഓല് രണ്ടാളും ഓലെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓലെ ട്രോളിയിൽ ഓൽക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വലിച്ചു. ഇതിന്റെ ഇടയിൽ ഇന്ത്യയും മനി കണ്ണുപോയതോ ഇതേപോലത്തെ പാത്രത്തുമ്പക്കാണ്. പാത്രം എവിടെ കണ്ടാലേ കുറച്ചേരം അവിടെ സ്റ്റെക്കായി പോടൂ. അതെന്തുകൊണ്ടാന്നറിയില്ല. എന്നെക്കാളും സ്റ്റെക്കാലാണ് ഇമ്മ. ഈ കാര്യം നല്ലോണം ബോധ്യമുള്ളേ നമ്മള് പുയ്യാപ്ലെ എങ്ങനെങ്കിലും അതേപോലത്തുള്ള സ്ഥലത്ത് നിന്ന് ഒന്ന് രണ്ടും പറഞ്ഞ് മാറ്റി നിർത്തിടോ. ഈ ചെക്കനെ വേറെ ഒന്നും എടുത്ത് കളിക്കാൻ കണ്ടില്ലേ. ഓന്റെ കളിയൊന്നും നോക്കിയാണി എപ്പോഴാ അവിടുത്തെ സെക്യൂരിറ്റി എടുത്ത് പുറത്തെറിയാന്ന് പറയാൻ പറ്റൂല. ആ പുറത്തെറിയുന്ന സമയത്ത് കളിയുടെ നിർത്തിക്കോളും. അല്ലാതെ നമ്മള് പറഞ്ഞാലൊന്നും ഇപ്പൊ നിർത്തൂല. ഓൻക്ക് പറയണ്ടോലെ എന്നെ പറയും വേണം. അപ്പൊ അതെ ഏകദേശം സാധനങ്ങളൊക്കെ നമ്മള് കൊട്ടയിലാക്കിയ സാധനം പോകുന്ന വിചാരിച്ചിട്ട് അതിന്റെ മുകളിൽ കയറിയിരിക്കണം. ഇതിന്റെ ഇടയിൽ ചെറുതായിട്ട് നമ്മൾ ഓന്റെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിട്ടോ. പക്ഷെ ഓന് മനസ്സിലായിടോ, പണ്ട് നമ്മളെ എടുത്തിന്റെ വെളൊന്നും ഇപ്പൊ നടക്കണില്ലടോ. ഓന് ബുദ്ധിച്ചോയേ. പിന്നെ നമ്മളെ പരിപാടിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഏതെന്നോ അതന്നെ ആ സംഗീതേ ഫ്രീ ആയിട്ട് ലുലുലുള്ള എല്ലാവർക്കും സംഗീതം കേൾപ്പിച്ചെടുത്ത്. ഓന്റെ സംഗീതം സ്റ്റാർട്ട് ചെയ്തപ്പോ അവിടെയുള്ള ഓരോരുത്തരെ കാണാതായിടോ. പിന്നെ ഒന്നും നോക്കില്ലടോ. കൂടുതൽ അവിടെ നിന്ന് കഴിഞ്ഞാല് ആരോഗ്യത്തിന് ഹാനികരാണെന്ന് മനസ്സിലായി. ഉള്ളത് തന്നെ ബില്ല് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് പുറത്തിറങ്ങി. അല്ല എന്താ ബല കഥ. ഇത് ചിൽഡ്രൻസ് പാർക്ക് എന്നാ പോലെ വിചാരം. ഹോ, ആൾട്രോളിന്റെ ഒക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കണി. രണ്ടും ലോകമടിമാരാണ്. ഏതായാലും ഉന്തിത്തള്ളി വണ്ടിയിൽ സാധനങ്ങളൊക്കെ അവിടെ കയറ്റി. ഇനി പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്താ, അവിടുന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ ടേസ്റ്റ് ചെയ്തൊക്കെ ഉണ്ടായി. അപ്പതാ ഉമ്മ അലുവൊക്കെ ടേസ്റ്റ് ചെയ്യണ്ടേ. നമ്മൾ അതിന്റെ ഇടയിൽ ജ്യൂസും സ്നാക്സ് ഒക്കെ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മള് പോയതേ നമ്മളെ സ്വന്തം കോഴിക്കോട് ബീച്ചിക്കാണ്. അപ്പൊ ബീച്ചിലെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ടേക്ക് കെയർ, ബൈ.